ഒരു പ്രധാന കവാടം. ഇവിടെ ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ, പരമശിവൻ, വാളയാർ പരമശിവൻ. എല്ലാം കൂടെ കേട്ടി വെച്ചു. ഞാൻ ശവം. അത് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല സോറി, ഞാൻ ശിവം, വാളയാർ പരമശിവം. വീട്ടിൽ എന്റെ ഉണ്ണിയേട്ടാന്ന് വിളിക്കും, വാളയാറിൽ എന്റെ പരമശിവം എന്ന് വിളിക്കും, നാട്ടുകാരെന്നെ പരമ ചെറ്റേന്ന് വിളിക്കും. മാട്ട കോമഡിക്കൊക്കെ ഇരുന്ന് ചിരിക്കുന്നത്. വാച്ചായിരുന്നു ഇതെന്റെ ഭായി എനിക്ക് സമ്മാനിച്ച വാച്ച. ഇത് കറക്റ്റ് സമയത്ത് ചിരിക്കും. ആരും ചിരിച്ചില്ലെങ്കിലും വാച്ച് ചിരിക്കും. ഏതായാലും പുഴുക്കാതിറങ്ങി പോകാന്നുള്ളൊരു മനോധൈര്യമുണ്ട്. സാർമാരെ, ഇതൊന്ന് പൊക്കി തന്നിരുന്നെങ്കിൽ ഈ വാളയാർ പരമശിവത്തിനൊക്കെ പോകാമായിരുന്നു. പൊക്കാൻ വരട്ടെ. ആ വാ, വന്ന് പൊക്കിട്ട് പോ. അങ്ങനെയല്ല, പൊക്കാൻ വരട്ടെ. ആ വാ, സ്വാഗതം ചെയ്തു. വാ ഇങ്ങോട്ട് വാ. അങ്ങനെയല്ലെന്ന്, പൊക്കാൻ വരട്ടെ എന്ന്. ഇങ്ങോട്ട് വാ, ഇത് പൊക്കിട്ട് പോ, എന്നിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ പൊക്കണ്ടെന്നാ എന്റെ അർത്ഥം. ഇതാരാ? നിങ്ങൾ ആരാവേ? ഞാൻ ഇന്ദ്രൻസ്. ഇന്ദ്രൻസോ? ഓ സോറി, ഇന്ദ്രജിത്ത്. ഓ, എന്റെ അനിയൻ ഇന്ദ്രജിത്ത്. ദൈവമേ, എന്റെ അനിയൻ ഇന്ദ്രജിത്ത് പക്കാ ഫിഗർ പാട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ കണ്ണു വെച്ച് ചിരിപ്പിക്കാതിരുന്നാ മതിയായിരുന്നു. ആഴ്ത്തി ഇതന്നെ ഇവിടെ ഇന്ദ്രജിത്തിന്റെ കുഴിയ. പിന്നെ എന്നാ വേണം അവിടെ ഏട്ടനെന്താ ഇവിടെ? ഞാനിപ്പോ ഗൾഫിൽ നിന്ന് ഞാനിപ്പോ വന്നതേ ഉള്ളൂ. പ്ലെയിനിൽ നിന്ന് ചാടിയായിരുന്നു? അല്ല, അതല്ല ഞാൻ പറഞ്ഞ, ഞാൻ ഗൾഫിൽ നിന്ന് എനിക്ക് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നിനക്ക് ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് അറിയോ? നിനക്ക് ഞാൻ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്, വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല, ഏട്ടനെന്താ ഇവിടെ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോടാ, എടാ നീ പൈസ മുടക്കിയില്ലേടാ നിന്റെ മുഖത്തെ ഫിഗർ നീ സെറ്റ് ചെയ്ത് ആ ടോട് പിടിക്കുക, എന്നാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഏട്ടനെന്താ ഇവിടെ? ഏട്ടനാണല്ലേ വാളയാർ പരമശിവം? അല്ല, ഏട്ടനാണല്ലേ വാളയാർ പരമശിവം? അല്ലെന്ന്, ഏട്ടനാണല്ലേ വാളയാർ പരമശിവം? എടാ, അതായത് ഇതിനകത്ത് കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പെമ്മക്കളും 2 ആമ്പിള്ളേരുവാ. ഇതിനകത്ത് അനിയനാ നീ, എനിക്ക് ചേട്ടനില്ലല്ലോ. നീ അല്ലടാ വാളയാർ പരമശിവം. സോറി, അതെ, ഞാൻ വാളയാർ പരമശിവം. അനിയൻ എസ് എന്നുള്ള സ്വാധീനത്തിൽ ഇനിയും വാളയാർ പരമശിവം സ്പിരിറ്റ് കടത്തത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അത് നിന്റെ തോതല അടിയാ. നിന്നോട് മാസ്ക് എടുത്ത് വെച്ചു. എന്നത്തിന്? പനിയാന്ന് പറഞ്ഞു. ജോഡി പനിയാന്നല്ല ഞാൻ പറഞ്ഞത്, അതാ അനിയാന്ന് ഞാൻ വിളിച്ചതാ. അടിയാ, നീ ബുക്കിക്കോ. മുക്കാനല്ല, ദിലീപേട്ടൻ പറയുമ്പോ ചില സാധനത്തിന് അങ്ങനെ കൊള്ളത്തില്ല. നീ ദോക്കിക്കോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നീ ദോക്കിക്കോ. 10-നും 10:30 ഇടയ്ക്ക് എന്റെ സ്പിരിറ്റ് ലോറികൾ ഇതിലേക്ക് കടന്നു പോയിരിക്കും. നിന്നെ ഞാനത് കാണിച്ചു തരും. തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞോ. അതൊരു 8:30 മണിക്കാക്കാൻ പറ്റുമോ? പിന്നെ എന്ന് പറഞ്ഞ സീരിയലല്ലേ 8:30 കാണിക്കാൻ വേണ്ടി? അതല്ല, എന്റെ പെണ്ണുമ്പിള്ള മറ്റേ ബാത്റൂമിലൊന്ന് വീണ്, അവളെ കൊണ്ട് ആശുപത്രി പോകാൻ. സന്ധ്യയോ? അല്ല, ഉച്ചയ്ക്കായിരുന്നു. അല്ല, ഞാൻ ചോദിച്ച സന്ധ്യയാണോ? സന്ധ്യ അടിച്ചല്ലേ, തലയടിച്ചു. ഓ, എടാ, നിന്റെ ഭാര്യ സന്ധ്യയാണോ വീണേന്ന്? എന്നിട്ട് ഇപ്പൊ ഇത്രയുണ്ട്. ഞാൻ നിന്റെ ചേട്ടനല്ല, തലയ്ക്ക് മുഴ ഇത്രയുണ്ട്. ഓ, അതായിരുന്നു. അപ്പൊ അതൊന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മുഴയാണോ അതോ QR കോഡാണോ തലയില്? അല്ല, സ്കാൻ ചെയ്യണം. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 130ാമത്തെ നമ്പരാന്ന് എന്നോട് പറഞ്ഞു. അതൊന്നും മേടിച്ചിടല്ലേ, മുട്ട കിട്ടാ കൂടെ താഴെ ഒന്ന് വീടണം. എന്തോന്നു? ഈ നിക്കറിന്റെ അളവാണോ പറഞ്ഞത്? അല്ല, കൺസൾട്ടിങ്ങിന്റെ നമ്പർ അത്. ഓ, അത് ശരി. അതൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ 10:30 നേരത്തെ സ്പിരിറ്റും കൂട്ടരുമായിട്ട് ഞങ്ങളില്ലേ പോകും. സ്പിരിറ്റും കൂട്ടരും ഞങ്ങൾ കൂട്ടുകാർ ചേർന്നാണല്ലോ സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10:30 നേരത്തെ ഈ സ്പിരിറ്റ് കൊണ്ട് കടത്തിയിട്ട് വേണം ഈ ഡ്രൈവർക്ക് രാവിലെ സ്കൂളോട്ടോ ഉള്ളതാ. അങ്ങനെയൊക്കെ ഉള്ള പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോടാ, രാവിലെ പോകും. അങ്ങനെയാണെങ്കിൽ വാളയാർ പരമശിവം ഇവിടുന്ന് കരിക്ക് കടത്തത്തില്ല. കരിക്കോ? അല്ല, സ്പിരിറ്റ് കടത്തത്തില്ല. ഭായിയെ ഞാൻ പൊക്കുകയും ചെയ്യും. ഏടാ മോനെ, നിനക്ക് എന്റെ ഭായിയെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഭായിയുടെ പേര് കനൽക്കട്ട എന്നാണോ? അതായത് കേട്ടില്ലടാ കൊച്ച, ചിരിക്കടാ. വാച്ച് പോലും ചിരിച്ചില്ല. എന്നാ സാധനം കേടായിരിക്കും. കേട്. അതല്ല ഞാൻ പറഞ്ഞത്. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എന്റെ ഭായിയാ. എന്റെ ഭായി വിശന്നപ്പോൾ എനിക്ക് ചോറ് വാരി തന്നു. പിന്നെ ഞങ്ങളൊക്കെ വിശക്കുമ്പോ മണ്ണ് വാരി തിന്നുവല്ലേ? ഞാൻ ഇത് പറയണല്ലോ. എനിക്ക് ഉടുക്കാൻ വസ്ത്രങ്ങൾ വാങ്ങിച്ചു തന്നു. എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഇവിടെ വരെ എത്തിച്ച് വലിയൊരു ഡോൺ ആക്കി മാറ്റി എന്റെ ഭായ്. ഇപ്പം ഭായ് എവിടെ ഉണ്ട്? ഭായിയുടെ 24 സ്പിരിറ്റ് ലോറികൾ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചേച്ച് ഭായിനെ ഞാൻ എക്സൈസുകാരെ കൊണ്ട് നല്ല ഗുമ്മ മേടിച്ചു കൊടുത്തു. അപ്പൊ നല്ല ചേട്ടൻ നല്ല വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? എന്ത് വർക്ക്? നോ ഡാഡി വർക്ക് എന്ന് വെച്ചാൽ തന്തയില്ലാത്ത പണി. അത് കാണിച്ചിട്ട് നിന്നൊന്ന് ഞെളിഞ്ഞ് പ്രസംഗിക്കുന്നോ? എനിക്ക് പോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേട്ടൻ ഈ പണി നിർത്തണം.
ഏത് പണി? ചേട്ടൻ ഈ നശിച്ച ഈ കരിക്കച്ചവടം നിർത്തണം. കരിക്കച്ചവടം? അല്ല, ഈ പ്ലേറ്റ് കച്ചവടം നിർത്തണം. പ്ലേറ്റോ? പിന്നെ ഇതെന്താ? സ്പിരിറ്റ് കച്ചവടം. സ്പിരിറ്റ് കച്ചവടം നിർത്തണം. എനിക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല. അതെന്താ? അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റിയ ഒന്നല്ല ഇത്. നിങ്ങളുടെ പെണ്ണുമ്പിള്ള പ്രസവം നിർത്താനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. അതല്ലെന്ന് എടാ, എനിക്ക് ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. കാരണം എനിക്ക് കുറെ പേരോടൊക്കെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഉള്ളതാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ എന്റെ ഷൂ ഇട്ട് ഇവിടെ നിന്ന് പൊട്ടിപ്പോയായിരുന്നു. ഇച്ചിരി പിഴിഞ്ഞൊഴിച്ചേരി. എന്നത്? കമ്മ്യൂണിസ്റ്റ് വെച്ച കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, പിന്നെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാ. നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിനുണ്ടല്ലോ, എടാ ഇതിന് സ്പിരിറ്റിന്റെ മണം ഉണ്ട്, അറിയോ നിനക്ക്? ഊത. എനിക്ക് മനസ്സിലായി നീ എനിക്കൊന്ന് ഊതുവാന്നുള്ള കാര്യം. അതല്ലെന്ന് 200 ഊത് ഞാൻ അതല്ലെന്ന്. പിന്നെ എടാ നീ ഇട്ടിരിക്കുന്ന ഈ യൂണിഫോമിനുണ്ടല്ലോ എന്റെ കൂടെ വിയർപ്പിന്റെ മണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ നേരത്ത് എന്റെ യൂണിഫോം ഇട്ടോണ്ട് നീ പിള്ളേരുടെ കൂടെ സാറ്റും പോലീസും ഒന്നും കളിക്കരുത്. അതല്ലടാ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ സ്പിരിറ്റ് എല്ലാം കടത്തുന്നോണ്ടല്ലേ നിനക്ക് പോലീസ് ജോലി കിട്ടിയെന്ന് പറഞ്ഞാ. അങ്ങനത്തെ ജോലി എനിക്ക് വേണ്ട. അമ്മച്ചി എന്നാ പറ്റി? വെള്ളം ഉണ്ടായിരുന്നു, തെന്നിപ്പോയി. വെള്ളമല്ല, ഇടി കെട്ടിയപ്പോഴത്തെ മൂത്രം പോയതാ. നിനക്ക് ഈ സ്ഥലത്തെ കുറിച്ച് അറിയാൻ മേലാത്തോണ്ടാ. അടിമാലിയല്ലേ? ഏത് ബിനു അടിമാലിയോ? അല്ല, അടിമാലിയല്ലേ? എടാ അതല്ലെന്ന്. പിന്നെ നിനക്ക് വാളയാറിപ്പന്നെ നിനക്ക് അറിയത്തില്ലെന്ന്. വാളയാർ എനിക്കറിയാം. 4,08,815 സോറി 4,08,615 സ്ക്വയർ ഫീറ്റ്, 4 പോലീസ് സ്റ്റേഷൻ, അതിൽ 40 തോക്കുകൾ, അതിൽ 30 എണ്ണത്തിന് ഉണ്ടയില്ല, 10 എണ്ണത്തിന് കാഞ്ചിയില്ല. അപ്പൊ കാഞ്ചിയല്ലോ. കറക്റ്റ് കാഞ്ചി. പിന്നെ 5 ജീപ്പ്, 2 എണ്ണത്തിന് വീലില്ല, 3 എണ്ണത്തിന് ഇഞ്ചിനില്ല. അപ്പൊ അവിടെയും കാഞ്ചിയല്ലോ. പ്രധാനപ്പെട്ട 5 ബാറുകൾ, അതിൽ ഒന്നിൽ ഞാൻ കയറില്ല. അതിനാ വെള്ളവാ. പിന്നെ ബാക്കിയുള്ള ബാറി പാൽപ്പായസമാണ് കൊടുക്കുന്നത്. അല്ല, അവിടെ വെള്ളവാ. ഞാനും കോൺസ്റ്റബിളോട് കയറിയപ്പം വെള്ളം കളിപ്പിരി പറ്റിയതാ. അപ്പൊ ആര് കാഞ്ചി? ഞാൻ കാഞ്ചി. എക്സാക്ട്ലി. പിന്നെ ബസ് സ്റ്റാൻഡ് ഒരെണ്ണം. അവിടുത്തെ മെയിൻ പുള്ളികൾ അംബാസിഡർ മോളി, മുറുക്ക ശെല്ല, കെട്ടുചെരിപ്പ് പ്രമീള, മെതിയടി ഉഷ. 95447147. എങ്ങനെയുണ്ട്? ഇതല്ലേ വാളയാർ? നിനക്ക് വാളയാറിന്റെ പ്രൊമോഷൻ അല്ല, ഈ സ്ത്രീകൾക്ക് ഒരു വീഡിയോ പ്രൊമോഷൻ വേണമായിരുന്നു. അതാണ് നിന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ട്. 9847474741 അല്ല, 9847473218. അപ്പൊ നമ്മൾ ഒരു കൊടക്കടി. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞ വലിയ വിപത്താണ്. ഈ ആൽക്കഹോളിനെ പറ്റി ചേട്ടൻ എന്തറിയാം? വാളയാർ പരമശിവത്തിനോട് ചോദിക്കുക ആൽക്കഹോളിനെ പറ്റി എന്തറിയാവുന്നത്. എടാ ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയാമോ? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോ ഇന്ത്യക്കാരുടെ കയ്യിലുള്ള സ്പിരിറ്റ് മുഴുവൻ ഒരു ആൽമരത്തിന്റെ ഒരു ഹോളിലേക്ക് കയറ്റി വെച്ചു. അതിനെയാണ് പിന്നീട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. വാച്ച് ചിരിച്ചതാ. അല്ലെ, നിന്ന് പുഴുത്തേന്. ഈ തമാശക്ക് നിന്ന് പുഴുത്തേന്. അല്ല, എനിക്ക് പോണം. നീ പോരുന്നു, എനിക്ക് പോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു നാട് മൊത്തം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കോ ചേട്ടന് വേണ്ടി. ഞാൻ നാട്ടിൽ കാർത്തികളൊക്കെ അതല്ലെന്ന്. ചേട്ടൻ പുറത്താന്ന് പറഞ്ഞിരിക്കും എല്ലാരും. ഇവിടെ പുറത്ത് കയറിയിരിക്കും. ഞാനെന്നാ ഇഗ്വാനോ? അതല്ലെന്ന്. ചേട്ടൻ പണ്ട ഇതുപോലൊന്നും അല്ലല്ലോ പഠിക്കുന്ന സമയത്ത്. പഠിക്കുന്ന കാലത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗുണ്ടകളുമായിട്ടായിരുന്നു കൂട്ടുകെട്ട്. പഠിക്കുന്ന സമയത്ത് എന്നും വെട്ടും കുത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാ പരീക്ഷ പേപ്പറിലല്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോണം, എനിക്ക് സ്പിരിറ്റുമായിട്ട് എനിക്ക് പോണം. ഒരു കാര്യം മനസ്സിലാക്കണം. എടാ മഷിയിട്ട് നോക്കിയാൽ എന്റെ സ്പിരിറ്റുകൾ കടത്തുന്ന ലോറികൾ നിനക്ക് കാണാൻ പറ്റില്ല, അറിയോ? അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഗോഡവൺ ഞങ്ങൾ ഡോഗ് സ്ക്വാഡ് വണ്ടിയായിട്ട് വന്ന് വളഞ്ഞിരുന്നു. എന്നിട്ട് ചെറിയൊരു പെശക്ക് പറ്റിക്കൊണ്ട് തിരിച്ചു പോകുന്നതാ. എന്ത് പറ്റി? വണ്ടി മാത്രമേ ഉള്ളായിരുന്നു, പട്ടിയെക്കാറ്റം മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പോകുന്നതാ. നീ എന്താ മണപ്പിച്ചു പോയി? അവിടെ മീൻ പറക്കുന്ന ഒരു മണം ഉണ്ടല്ലേ, അതും മണം പിടിച്ചോണ്ട് ഞങ്ങളേക്കും ആണല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇന്ന് ഇതുവഴി സ്പിരിറ്റ് കടത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ വണ്ടി എനിക്കൊന്ന് പരിശോധിക്കണം. എന്തിനാ? പുകയില്ലേ വണ്ടിക്ക്? പിന്നെ വണ്ടിയുടെ പുക സൈലൻസറിനകത്തോ കഞ്ഞിവെള്ളമാണോ ഒഴുകി പോകുന്നതിനകത്ത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടന്റെ ലൈസൻസ് കട്ട് ചെയ്യും. എന്റെ ലൈസൻസ് നീ കട്ട് ചെയ്യുന്നു? കട്ട് ചെയ്യും. എടാ ഒറ്റത്തണ്ടയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ചെയ്. എന്റെ ഈ ലൈസൻസ് നീ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചത് എനിക്ക്. ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും. ഇന്നാ എന്റെ ലൈസൻസ് ആണ്ട കിടക്കുന്ന ലൈസൻസ്. ഇനി അങ്ങനെ ഞാൻ ഇത് കടത്തുന്നു. നിങ്ങൾ എങ്ങനെ സ്പിരിറ്റും കൊണ്ടുപോകും? ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നു. എന്റെ പൊന്നു പോലെ എന്റെ ലോറികൾ ഇതുമായിട്ട് സ്പിരിറ്റുമായിട്ട് പോയിട്ടുണ്ട്. എല്ലാ ഫയർ എഞ്ചിനും ഞാൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫയർ എഞ്ചിനകത്ത് സ്പിരിറ്റ് കടത്തുന്ന കാര്യം ഞാൻ അറിഞ്ഞ്, അതുകൊണ്ട് ഒറ്റ ഫയർ എഞ്ചിനെ ഇവിടുന്ന് വിട്ടിട്ടില്ല. എടാ മോനെ, വെല്ലുവിളികളാകാം. അത് 4 ചോണം ഒത്തിരി ഉണ്ടോരോട് ആവരുത്. എത്രയാണോ? 4 ചോണം കൂടെ. അമ്മ ഇങ്ങ് വിളിച്ചാന്ന്. അമ്മ ഇങ്ങ് വിളിച്ചാ ചോദിക്കട്ടെ. അമ്മേ, വിളിക്കണ്ട പോട്ടെ. കഴിഞ്ഞ ഓണത്തിന് ചേട്ടൻ ഉണ്ടായിരുന്നോ? ഇല്ലെന്ന്. അന്റെ അങ്ങേ ഓണത്തിനോ? ഇല്ല. അപ്പൊ ഞാനാ മുഖത്തേന്ന് 6 ഓണം ഞാനാ കൂടുതൽ. അങ്ങനല്ലെന്ന് പറഞ്ഞെന്ന്. പിന്നെ നീ ഉദ്ദേശിക്കുന്ന ബുദ്ധിയല്ല ഈ വാളയാർ പരമശിവത്തിന്. പിന്നെ നീ ഇത് പിടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഫയർ എഞ്ചിനകത്തല്ല ഞാൻ സ്പിരിറ്റ് കടത്തിയത്. പിന്നെ ഒരു 3 വെള്ളം കൊണ്ടുവന്ന ടാങ്കർ ലോറിക്കകത്തുനിന്ന് എന്റെ സ്പിരിറ്റുകൾ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്ന് 3 മണിക്കൂർ കഴിഞ്ഞു. അത് വെള്ളമല്ലായിരുന്നു. വെള്ളമില്ലായിരുന്നു സ്പിരിറ്റ്. അയ്യോ, ഞാനാ തുറന്നു കൊടുത്തിട്ട്. ഞാനാ സ്പിരിറ്റുമായിട്ട് പോയത്. ആകെ പ്രശ്നമാകുമല്ലോ. കേരളത്തിന്റെ 3 സ്ഥലത്ത് ഭയങ്കര തീപിടുത്തം. ഫയർ എഞ്ചിൻ ഇവിടെ പിടിച്ചിട്ടുകൊണ്ട് ആ വെള്ളം കൊണ്ടുവന്ന വണ്ടി തീ അണയ്ക്കാനായിട്ട് 3
പോകുന്ന സ്ഥലത്തോട്ട് ഞാൻ പറഞ്ഞു വിട്ടെന്ന്. എന്റെ ദൈവമേ, ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് യൂണിഫോം ഒരു ടെന്റ് കൊടുത്ത് സ്പിരിറ്റ് കടത്താൻ വേണ്ടി അങ്ങ് പോരും. അതെന്തിന്? എടാ, കേരളത്തിന്റെ 3 ഭാഗം നിന്ന് കത്തിച്ചെന്ന് പറഞ്ഞ് പോലീസ് നിന്റെ ഇടയ്ക്ക് കേസെടുക്കാൻ വരുമെന്ന്. അപ്പൊ ഇന്ദ്രിയത്ത് കാഞ്ചി അടി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഹലോ, ഹലോ, ആരായിരുന്നു? ഞാൻ ബെന്നിയാന്നേ. സെയിം പിച്ച്, ഞാനും ബെന്നിയിട്ടായിട്ടേക്കുന്നത്. ബെന്നിയാണല്ല, എന്നെ ഞാൻ ബെന്നിയാണെന്ന്. എന്നെ പെണ്ണെ വിളിച്ചാ റെഡിയായ ഇറച്ചി? അതിനിവിടെ വെടിയിറച്ചി ഇല്ലല്ലോ. വെടിയിറച്ചില്ല, റെഡിയായ ഇറച്ചി. ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ. ഇത് നേരത്തെ വന്ന് എടുത്തോണ്ട് പോണം, ഞങ്ങൾ കൊത്തിയരിഞ്ഞ് വെച്ചേക്കുവാ. അതെന്നറിയും, ഞങ്ങൾ ഉച്ച കഴിയാൻ നേരത്ത് മഴവില്ലിലോട്ട് പോവുക. ഏത് കളറായിട്ട്? ചാണകപ്പച്ച അല്ല, പിന്നെ അതല്ലെന്ന്, മഴവിൽ മനോരമേലേ ഒരു പരിപാടി ഉണ്ട്. അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല, ചീവീട് കരയുന്നു. അതല്ലെന്ന്, പരിപാടിയുടെ പേര് പറഞ്ഞപ്പോ നാക്ക് സ്ലിപ്പായി പോയതാ. ഒരു ചെരി ഇരുചെരി ബമ്പർ ചെരി എന്ന് പറഞ്ഞോണ്ടൊരു പരിപാടി ഉണ്ട്. ഉവ്വ. ആ പരിപാടിക്കോട്ട് ഞങ്ങള് കുടുംബക്കാരെയൊക്കെ അങ്ങ് വിളിച്ചേക്കുവാണേ. ആണോ? ഇനിയിപ്പൊ ഞങ്ങളൊക്കെ ആയിരിക്കും അവിടുത്തെ ജഡ്ജസ്. ആഹാ. ഇനിയേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാ. അപ്പൊ ഒരു ടീമായിട്ടേ. വരാം വരാം വരാം. അല്ല, വരണ്ടെന്ന് പറയുമായിരുന്നു. വെച്ചോ എന്നാ. ശരി എന്നാ വെച്ചോ. എടി, ഇത് എത്ര നേരമാണ്, സമയം പോയി. ഇത് അറിഞ്ഞു വെച്ചിട്ട് വണ്ടി വരും, അവിടെ പോകാനുള്ള നീ ഒരുങ്ങിയില്ല ദൂരമായിട്ടും. ചേട്ടാ, ഞാൻ ഈ സാരി ഒന്ന് ഉടുത്തോട്ടെ. എന്റെ ഇത് എന്നാ സാരി കൂടി പടി. വാ, എളുപ്പം തീർക്ക്, വാ ഇങ്ങോട്ട്. കല്യാണ സാരി വേണോ അതോ സെറ്റ് മുണ്ട് വേണോ? എന്റെ പൊന്നുമോളാ, നീ സാരി ഉടുത്തില്ലാലും കുഴപ്പമില്ല. മുണഞ്ഞ കല്യാണം, നീ അതെന്നെ ഓർമ്മിപ്പിക്കാതെ. എനിക്ക് കാലെ കൂടെ പരിച്ചു വരുവാ. അവള് കല്യാണ സാരി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് ആട്ടെ, ഇങ്ങോട്ട് ഇറങ്ങി വാ എളുപ്പം. നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം. ഇതെന്നാ ചാച്ചാന്റെ വയസ്സിറക്കിയ ദിവസമാണ് ഇന്ന്. അല്ല, വയസ്സ് അറിയിക്കാതിരിക്കാനുള്ള പരിപാടിയാ. ഇതന്നെ ദേഹത്തെല്ലാം വാരി തേച്ചേക്കും. മഞ്ഞൾ തേക്കുക. അതിനെ നിങ്ങളെ വല്ല വിഷവും തീണ്ടിയോ? അതല്ലെന്ന്. പിന്നെ ക്യാമറ പിടിക്കുമ്പോ നമ്മൾ വെളുത്തിരിക്കണം. അതെ, അച്ഛൻ ഇങ്ങോട്ട് മാറിയെന്നൊരു കാര്യം ഞാൻ പറയാം. അവിടെ നമ്മളെ ചിരിക്കാൻ വിളിച്ചേക്കുന്ന, അല്ലാതെ നിങ്ങളെ വറക്കാൻ വിളിച്ചതല്ല. അവരോരോന്നും അരപ്പും തേച്ചോണ്ട് പിടിച്ച് വന്നോണ്ട് നിൽക്കുന്നു. അല്ല, ഞാനിപ്പോ അമ്പലക്കുളത്തിൽ പോകുന്നു, 3 പ്രാവശ്യം മുങ്ങുന്നു, പുറകോട്ട് സോപ്പ് കളയുന്നു, കയറി വരുന്നു. നിങ്ങളെല്ലാം ബലിയിടാൻ വേണ്ടി പോവാണോ? അച്ഛാ, ഞാൻ അറിയാൻ പറ്റില്ല നിങ്ങൾ എവിടെ ഒക്കെ പോകച്ചിരിയിലോട്ട് ചെന്ന് നിക്കാൻ കണ്ട സാധനം. നീ വന്നേ. ഞാനും ശോഭയും പിള്ളേരും മാത്രമേ പോകുന്നുള്ളൂ. അച്ഛൻ വരുന്നില്ല. ഞാനില്ലേ? അച്ഛൻ വരുന്നില്ല. അതെന്താ പരിപാടിയാണ് നീ കാണിക്കുന്നത്? ഇവിടെ തലയ്ക്ക് മൂത്ത ഒരാള് വേണ്ട ഇവിടെ. അതുകൊണ്ടാ പറഞ്ഞ ഇവിടെ ഇരുന്നോളെ. നിങ്ങളുടെ വെളിവുകാട് അവിടെ വന്നിരുന്നോണ്ട് പറയണ്ട. അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ടുള്ള സ്റ്റാൻഡേർഡ് ആൾക്കാർക്ക് ചെല്ലേണ്ട പരിപാടികളാ. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനോ? അച്ഛനോട് കാര്യം ചെയ്യും. അച്ഛന്റെ മൂത്ത മോന്റെ വീട്ടോട് ചെല്ലും. അവനാകുമ്പോ ഒരു പണിയും വേലയും ഇല്ലാതിരിക്കുന്നൊരുത്തനാണല്ലോ. ആവശ്യമില്ലാത്ത കാര്യം പറയില്ല. അവൻ എപ്പോഴും ഇങ്ങനെ തരം താഴ്ത്തുന്ന വർത്താനം പറയില്ല. അവൻ എന്നാ പണിയാ ഉള്ളത്? അവൻ പൈൽസിലല്ലേ? ഈ താറാമോട്ട മുഴുകി തന്നാ മതി, അത് മാറും. അത് ഇവിടെ വിമാനം ഓടിക്കുമല്ലോ എന്ന്. ഉയ്യോ, വർത്താനം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ആകാശത്തൂടെ പോകണം വിമാനം ഓടിക്കുന്നതായിരിക്കും. ഇത് നേരം വെളുക്കുമ്പോ എഴുന്നാക്ക് പത്രക്കടലാസ വിമാനം ഉണ്ടാക്കും വിടും. ഇതല്ലേ അവന്റെ പണി. അത് വെറുതെ ഉണ്ടാക്കി വിട്ടതല്ലേ? ഞങ്ങൾക്ക് അറിയാമല്ലോ, അല്ലാതെ ഒരു ഗുണവും ഇല്ലല്ലോ അവനെ കൊണ്ടിട്ട്. അല്ല, അവൻ ഫ്രീ സമയത്ത് ഉണ്ടാക്കി വിടുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല, അത്രേ ഉള്ളൂ. ഞാനില്ല. നിങ്ങൾ വരുന്നില്ല. ഓക്കെ, ഞാൻ വരുന്നില്ല. ആ തേങ്ങ എടുത്ത മോനെ, ആ തേങ്ങ എടു. ഞാൻ വരുന്നില്ല. കൊണ്ടുപോ, അകത്തോട്ട് അങ്ങനെ കൊണ്ടുപോയല്ലേ. പോ, തലയിൽ ഒഴിയാലോ. ഇങ്ങോട്ട് കൊണ്ടോ. ഓ, ഇനി നന്നായി. അല്ല, അവിടെ ചെല്ലുമ്പോ കണ്ണു വെക്കുവാ. ഒരു ശരി, അതോട് തുപ്പിക്ക്. എന്റെ മോനും മോളും കൂടെ വെമ്പർച്ചിരി കാണാൻ പോവാ. എന്റെ മോക്കൊന്നും സംഭവിക്കരുത്. ഇവൻ പോകുന്ന വണ്ടി ഇടിക്കണേ. എന്നെ കൊണ്ടുപോകണം. നിങ്ങളെല്ലാം ഒരു മനുഷ്യനാണ്. നിങ്ങൾ എന്നെ കൊണ്ടുപോകണം. നിങ്ങളതവിടെ വെച്ചേ. നിങ്ങളുടെ ഈ മുണഞ്ഞ സ്വഭാവത്തും കാരണമാണ് നിങ്ങളെ ഞാൻ ഈ ഒരിടത്ത് ഞാൻ കൊണ്ടുപോകാത്ത കാര്യം. ഞാൻ എന്തോ ഇത് അവിടെ ഇങ്ങോട്ട് വന്ന് ഞാൻ പറയാം. നിങ്ങളെവിടെ ഇരുന്ന് സത്യം പറയാം. ഞാൻ ഈ ഓലപ്പരയ്ക്കകത്തോട്ട് ഇറച്ചിക്കട ഇട്ടോണ്ടിരിക്കേണ്ട ഒരാളാണോ ഞാൻ? ഞാൻ എന്തോ ചെയ്തടാ? ആണോ? നമ്മൾ മിണ്ടരുത്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി മാത്രം പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്തെന്നു? എനിക്ക് നല്ല പഞ്ചായത്തിൽ നല്ലൊരു കടയ്ക്ക് വേണ്ടി ഒരു 5 ലക്ഷം രൂപ അവിടുന്ന് തന്നതാണോ? വില്ലേജ് ഓഫീസർ ഒപ്പിട്ട 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കിടന്നേന്. ഈ ധർമ്മജനൊക്കെ മീൻകട ഇട്ടില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ പേരിൽ ഇറച്ചിക്കട വരാനുള്ളതായിരുന്നു. ആ വില്ലേജ് ഓഫീസർ ചെക്കലോട്ട് ഒപ്പിടാൻ വരാൻ നേരത്ത് നിങ്ങളോട് ചോദിച്ചു മരുമോൻ എന്നാ ജോലിയെന്ന്. ഞാൻ ഞെളിഞ്ഞെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നാ പറഞ്ഞേ? മാംസം വിറ്റ് ജീവിക്കുവാന്ന്. അല്ല, പിന്നെ ഇറച്ചി കടിച്ചോടോ അല്ല, പിന്നെ ഞാൻ എന്തോ പറയാനാ? നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും. പുള്ളി കേട്ടത് അങ്ങനല്ല. രാത്രി 9 മണി കഴിഞ്ഞ് എനിക്ക് ആ മൊബൈലിൽ അടുത്തോട്ട് ചെല്ലാമല്ലോ. അറിയാമോ എന്തൊക്കെ വൃത്തികെട്ട മെസ്സേജ് ആണെന്നറിയോ? ഇന്നലെ മെസ്സേജ് അയച്ചേക്കുന്നത്. ചക്കര എന്നാ ഇപ്പൊ ഇട്ടേക്കുന്നത്?
അയ്യോ തകർന്നു പോയി, ഒരു തരത്തിലും മേലെ എനിക്ക്. അല്ലടാ എന്നോട് കൊണ്ടുപോടെ, ഞാൻ ഭയങ്കര അല്ല ഈ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്നു. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നില്ല. അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ വീട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ ഇരുന്നേച്ച് ഞങ്ങൾ TV കണ്ടിട്ട് അതിനകത്ത് വീഡിയോ അയച്ചു കൊടുത്തിട്ടാണ് ഞങ്ങളെ ബമ്പർച്ചിരി വിളിച്ചത്. എടാ ഞാനും അത് കൂട്ടുകാരായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു, എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ എവിടെ ഇരുന്നാ കണ്ടത്? ബാറിൽ ഇരുന്ന്. എങ്ങനെ ഇരിക്കുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ വരുന്നില്ല. രാവിലെ അങ്ങനെ പോകുന്നു. കുഴപ്പമില്ല, ഒരു വീഡിയോ ഉണ്ടാ വലിയ കളിപ്പില്ലാതെ അങ്ങ് പോകും. അതല്ലെന്ന്, രാവിലെ അങ്ങനെ പോകുന്നേ അങ്ങോട്ടോ? അങ്ങനെ അത് ഞങ്ങൾ എങ്ങനെയാലും ഒന്ന് പൊക്കോളാതെ. അല്ല അങ്ങനെയല്ല, എനിക്കിവിടെ ഈ നാട്ടിലൊരു വിലയുണ്ട്. ഇങ്ങോട്ട് മാറിക്ക്. എന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണം നീ അവിടെ ചെന്ന് ഇറങ്ങാനായിട്ട്. ഞാൻ പിള്ളേരെ പാള വെച്ചിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് പോകും. അല്ല എന്റെ സ്റ്റാൻഡേർഡിന് വേണം പോകാനായിട്ട്. അപ്പൊ നടക്കണോ? എന്നാ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്? ഞാൻ വരുന്നില്ല. എന്നാലും നിങ്ങൾ പൊക്കോ. തേവരെ പോ. ദേവരല്ലോ അരൂരല്ലേ ഇതിന്റെ പരിപാടി? അല്ല തേവരെ പോയിട്ട് അരൂര് പോ. അച്ഛാ അരൂരല്ലേ പരിപാടി, ഞങ്ങൾ ദേവരെ പോണത് എന്തിനാ? എടാ തേവരെ വണ്ടി വിളിച്ചോണ്ട് പോടാ. അത് തമിഴ്നാട്ടിൽ പോകണ്ടേ ദേവരുടെ വണ്ടി? ഇവിടെ തേവരെ ബിജുവിന്റെ വണ്ടിയില്ലേ, 9 സീറ്റ് വണ്ടി, അതുകൊണ്ട് പോകും. അച്ഛാ അതിന്റെ പേര് തേവരെന്നല്ല, പിന്നെ ടവേര. അങ്ങനെ വണ്ടിയെ പോകണ്ട. അല്ല അതിനകത്ത് പോകുന്നു വേണ്ട. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ രഞ്ജിത്തുണ്ട്, അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ താറെടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. രഞ്ജിത്ത് കർഷകനാണോ? ഞാറുനാടിയിലുണ്ടോ അവിടെ? അതിനങ്ങനെ ചോദിച്ചാ രഞ്ജിത്ത് താറ് കൊടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. താറെടുത്തോണ്ടല്ലെന്ന്. പിന്നെ അങ്ങനെ ഒരു വണ്ടി ഞങ്ങൾ പുതിയത് ഞങ്ങൾ മേടിച്ചത്, ആ വണ്ടിയായിട്ട് ഞങ്ങൾ അങ്ങ് പൊക്കോളാം. അപ്പൊ നീ എന്നെ കൊണ്ടുപോകത്തില്ല? അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട. പിന്നെ തുടങ്ങുന്നു. എന്റെ അപ്പൂപ്പാ, എന്റെ മോക്കൊന്നും സംഭവിക്കില്ല. ഇവൻ പോകുമ്പോ അരൂര് പാലം കയറും. എന്നെ കൊണ്ടുപോകണം. അച്ഛൻ ഇവിടെ ഇരിക്കും, എന്നെ കൊണ്ടുപോകണം. അവിടെ ഇരിക്കും, സമാധാനപ്പെടും. ഞാൻ ആലോചിക്കട്ടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അച്ഛൻ എങ്ങനെ വരും? ഞങ്ങളോട് വന്നാലും അച്ഛൻ എങ്ങനെ വരും അത് പറ. എങ്ങനെ? അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വണ്ടി പോവല്ലോ, അതിന്റെ പുറകെ ഞാൻ തൂങ്ങിക്കിടന്നോളാം, പുറകിലിരുന്നോളാം. അപ്പൊ അരവിന്ദൻ എന്നാ ഈ? അത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്ക, വേസ്റ്റ് ആക്കണ്ട. എന്നത്? അരി വെന്തത്. ഓ അരവിന്ദനല്ല, പിന്നെ അരവിന്ദനെ എങ്ങനെ കൊണ്ടുപോകും? അരവിന്ദനാണ് ഈ പരിപാടിക്ക് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ഇതാരാ ഈ അരവിന്ദൻ? അറിയത്തില്ലേ? ഇല്ല. വാ കാണിച്ചു തരാം. അരവിന്ദോ എന്നിട്ട് വന്നടാ, വാ വാ വാ. കൊച്ചേ കണ്ടാ, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എന്റെ ചെറുക്കനാ. ഇതെന്താ പോത്താന്നോ? സൽമാൻ ഖാൻ കണ്ടില്ല മസിലൊക്കെ? അല്ല പോത്തല്ലേ ഇതെന്തോ മറ്റേ അല്ല അവിടെ അങ്ങനെ നേർച്ച ചെയ്യുന്നുണ്ടോ? അതിനങ്ങനെ ചോദിച്ചേ. അല്ല പോത്തും കൊണ്ട് പോകുന്നു. ഇതെന്നെ സംഭവം എന്നറിയോ? അച്ഛാ ഈ പരിപാടി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ സീസൺ 1 and 2 ഒക്കെ കാണുന്ന. അച്ഛാ ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയ പരിപാടി ഈ ഫാമിലിയൊക്കെ വിളിക്കും. അവിടെ ചെന്ന് കഴിയാൻ നേരത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊക്കെ അവിടെ കൊടുക്കണം. അങ്ങനൊക്കെ നീ പിന്നെ ഉണ്ണിയപ്പോ അച്ചപ്പോ ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെ ഇറച്ചി വെട്ടുകാരനാ, എന്റെ ഉള്ളത് തന്നെ പോത്താ. അപ്പൊ ഈ പോത്തിന് ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ കൊണ്ടു കൊടുക്കും. ആർക്ക് കൊടുക്കും? മഞ്ജു ചേച്ചിക്ക്. അതങ്ങ് കൊടുക്കും. അവര് പ്രതീക്ഷിക്കല്ല ഈ പോത്തിനെ കൊണ്ടു കൊടുക്കാൻ നേരത്ത്. അവർ ഇന്നേ വരെ എന്നെ കണ്ടിട്ടില്ലല്ലോ. അതാ ബ്രില്യന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, 1 കിലോ മത്തിയും 1 കിലോ അയിലയും മേടിക്കും, ധർമ്മചരി കൊടുക്കാം. പുള്ളി ഇത് കണ്ടിട്ടില്ലല്ലോ. ഓ അതുമായിട്ട് ബന്ധമില്ലല്ലോ. എന്നാണേലും എന്റെ ചെറുക്കനുണ്ട്, ഇവൻ അടിപൊളിയാ. ഇതങ്ങനെ കൊണ്ടങ്ങ് വെക്കും. ഞാൻ എന്നെ കൊണ്ടുപോകണം. അല്ല എന്നിട്ട് ഇത് കൊണ്ടു വെച്ചിട്ട് ഞാനും മഞ്ജു ചേച്ചിയും കൂടെ ഈ പോത്തും കൂടെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഫോട്ടോ അങ്ങോട്ട്. അത് കലക്കും. അതാ അപ്പൊ നീ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചു. അല്ല അത് വേണ്ട, ചേച്ചിയുടെ മുന്നിൽ വെക്കുന്ന മോശം. അതല്ല അത് വേണ്ടത്. അല്ല പോത്തിന് മനസ്സിലാകണ്ടേ? ഇറങ്ങി ഞാൻ പറയാം, ഇനി എന്റെ വീട്ടിൽ കയറില്ല. നിങ്ങൾ ഞങ്ങളുടെ കൊടുത്ത് ബമ്പർച്ചിരി കാണാൻ വരുന്നില്ല. എന്നെ നീ കൊണ്ടുപോകത്തില്ല? കൊണ്ടുപോകത്തില്ല. നിന്റെ സഹായം ഇല്ലാതെ എനിക്ക് അവിടെ വരാൻ പറ്റുമെന്ന് ഞാനും നോക്കാം. നോക്കണേ അങ്ങോട്ട്. അങ്ങനെ കൊള്ളത്തില്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ വന്നോ? സാറേ ഒരു വയസ്സായ ഒരാളാ സാറേ. ഞാൻ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ പീഡിപ്പിക്കുന്നു. എന്നിട്ട് എന്നെ റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് ഇവര് വിനോദസഞ്ചാരത്തിന് പോകുന്നു സാറേ. എന്നെ അവിടെ കൊണ്ടുപോകാൻ പറയാം സാറേ, ഞാൻ കൊടുക്കാം സാറേ. ഇതാ ഇതെന്ത് കാണിച്ച് നാലായിട്ട് വെട്ടി മുറിച്ചോളാം. നിങ്ങൾ ഓരോ ദിവസം ഓരോ കുരുവാട്ട് ഇങ്ങോട്ട് പോരുവാണല്ലോ. ഞാൻ എങ്ങനെ ഷോർട്ട് ഫിലിം കാണും? ഷോർട്ട് ഫിലിം പോകാനുള്ള ചെറിയ സിനിമ. നിങ്ങൾ ഇങ്ങോട്ട് മാറിക്കേ. നിങ്ങൾ വരട്ടെന്ന് പറഞ്ഞാൽ വരണ്ട. നിങ്ങൾ ചെല്ലിപ്പോ. നിങ്ങൾ വരട്ടെന്ന് പറഞ്ഞാൽ വരണ്ട. ഓരോ മെനക്കേടായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ഞാൻ വരണ്ടേ? വരണ്ട. എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പറയാം, എന്നെ കൂടെ കൊണ്ടു. ഞാൻ പ്രതീക്ഷിച്ചു പോയത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നെ ടിവിയിലൊന്ന് കാണിച്ചില്ലേ കേൾക്കുമ്പോഴാ. ഒരു കാര്യം ചെയ്യും, വരണ്ട, അവിടെ അങ്ങനെ അല്ലെങ്കിൽ വന്ന്. അച്ഛാ ഇതിനകത്തൊക്കെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. എന്തോ നീ പറ. ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല ഞാൻ അവിടെ വന്നിട്ട്. അതാ ഇവിടുത്തെ പ്രശ്നം അങ്ങോട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ നമ്മൾ അവിടെ വന്നു കഴിയാൻ നേരത്ത് നമ്മളോട് അവർ ചോദിക്കും കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, എന്റെ ഭാര്യക്കാണെങ്കിൽ അവർക്ക് പാട്ട് പാടാൻ അറിയാലോ. വൈകിട്ട് ഞാൻ കേൾക്കുന്നതാണല്ലോ പൂരപ്പാട്ട്. അതല്ല, പിന്നെ നമുക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം. പിന്നെ പിള്ളേരാണ് ഡാൻസ് കളിക്കും. അച്ഛൻ എന്നാ കളിക്കും? ഞാൻ കളിക്കാം. വീട്ടിൽ കളിക്കാൻ പോരാ, അവിടെ പോയിരുന്നുണ്ട്. അല്ല ഞാൻ എന്താ ചെയ്യണം? ഞാൻ ഒരു കാര്യം, പഴയ കുറെ കഥകൾ എന്റെ ഉണ്ട്, അത് വെച്ചായിരിക്കും. കഥകളുണ്ട്, അതും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ല്. എന്റെ അച്ഛൻ അവിടെ കഥ പറയാൻ ഒരു പുള്ളിയുണ്ട്, അത് വേറെ ആർക്കും കൈ കാണത്തില്ല പുള്ളി. പിന്നെ പഴയത്
പഴയത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് വേറൊരു പുള്ളി വന്നു. പുള്ളി ഇപ്പൊ അവിടെ ഇല്ലല്ലോ. പുള്ളി പഴയതിന്റെ വല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തിരക്കി പോയേക്കുമായിരിക്കും. പുള്ളി വരും. അപ്പൊ ഈ രണ്ട് സാധനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാട്ട് പാടാം. ആര്? ഞാൻ. അച്ഛൻ പാട്ട് പാടും? ഞാൻ പാടും. ആണോ? എന്നാ ഒരു കാര്യം ഒന്ന് കേൾക്കട്ടെ. നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ട്രെൻഡിനൊപ്പം അത് കേൾക്കട്ടെ, നോക്കട്ടെ. തയ്ക്കുവാണോ? തയ്ക്കുവാണോ? തയ്ച്ചതല്ല, താളം ആ, എന്നാ പാ. അച്ഛാ മേലെങ്കി വേണ്ട, വിട്ടേര്. അല്ലല്ല, അല്ല ഞാൻ താളം പിടിച്ചു. എന്നാ ശരി, പാട്ട് കേൾക്കട്ടെ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 16. അതൊക്കെ അല്ലേ? അത്ര ഓക്കെ. സൂചി കുത്താൻ ഇടമില്ലാത്ത ബസിന്റെ അകത്ത് എന്റെ പുക്കൾ തപ്പി വന്നവന്റെ പ്രായം 60. അല്ല, ഇത് വെച്ചടിച്ചു കഴിഞ്ഞാൽ നീങ്ങുമോ? അച്ഛ അടിക്കണ്ട, ഇതൊന്ന് വെച്ച അടയ്ക്കാവോ? ദൈവത്തെ ഓർത്തൊന്ന് ഇറങ്ങി പോവോ? എടി നിന്റെ തന്റെ ഇവിടെ ഇറക്കി വരും. ഒരു തരത്തിൽ പുള്ളി അപ്പൂപ്പൻ ഞാൻ അടിക്കല്. അച്ഛൻ ഞാനൊരു കാര്യം പറ. അച്ഛൻ അവിടെ വന്നിട്ട് എന്നെ കാണിക്കാൻ അത് പറ. അവിടെ വന്നിട്ട് എന്നെ കാണിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവുന്ന വല്ലതും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, എനിക്ക് ആ കറുകച്ചാൽ നസീറിനെ ഒന്ന് കാണണം. അവരില്ലാത്ത വർത്താനം പറയല്ലോ. കറുകച്ചാൽ ഞങ്ങളൊക്കെ ഇക്കാന്ന് വിളിക്കാം. ഞങ്ങളുടെ കോട്ട നസീർ ഇക്കാന്ന് വിളിച്ചോണം. ഞാൻ അവനോട് ഒരുമിച്ച് പഠിച്ചാറോ ആരും കറുകച്ചാൽ സത്യമായിട്ടും ഇത് കേട്ടോ നീ കോമഡി. NSS കോളേജ് കറുകച്ചാൽ, അവിടെ ഞാനും അവനോട് ഒരുമിച്ച് കളിച്ച. എന്റെ അച്ഛൻ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? കോട്ടയം നസീറൊക്കെയാണിരിക്കുന്നത്. എന്ത് പുള്ളി നല്ല മമ്മൂട്ടിയെ കൊണ്ടാ ഒരു മുടി പോലും നരച്ചിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? നീ ഈ കറുകച്ചാൽ നസീറിനെ ഒരു മഴയത്തോട്ട് അങ്ങോട്ട് ഇറക്കി നിൽക്കണം. ഈ കറുകച്ചാൽ നസീർ വെള്ളച്ചാൽ നസീർ ആകുന്ന മാജിക്ക് നിനക്ക് അപ്പം കാണാൻ പറ്റും. ഇതിലെ ഒളിച്ചിറങ്ങും. പക്ഷെ അവൻ പഠിക്കുന്ന കാലത്ത് നല്ലതായിട്ട് വരയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ആ പുള്ളി ആ നിലയിൽ എത്തിയിട്ട് നിങ്ങളുടെ വര ശരിയല്ലല്ലോ. ഇറങ്ങി ഇനി ഇവിടെ ഈ പതി പറഞ്ഞോണ്ട് ഈ വീട്ടിൽ കയറി കടയിൽ പോയി ഇറങ്ങി. നീ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്നു. അടങ്ങിയിരിക്കാൻ ഇറങ്ങാനാ ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ പൊക്കോളാം. ഒരു കോള് വരുന്നു. ഒരു കോള് പൊക്കോളാം. ഹലോ ഹലോ, ചാനലിൽ നിന്ന് വിളിക്കുവാണേ. അയ്യോ സാറേ, എന്റെ സാറേ ഞങ്ങളെല്ലാം റെഡി ആയിക്കോട്ടോ. ഞങ്ങളെല്ലാം സെറ്റാക്കി. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി വണ്ടി മാത്രം വന്നാൽ മതി. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചാ. വരണ്ടെന്നോ? അതിനെ സാറേ, അയ്യോ, ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കുക, ബഹളമായിട്ടിരിക്കുക ഇവിടെ. എന്നെ പറ്റി? അതെ, നിങ്ങൾ അവിടെ നിന്ന് ഒരു തീവ്രവാദി ഇവിടെ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന ഫ്ലോറിൽ വെച്ച് ഏതാണ്ട് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് തീവ്രവാദിയോ? കേറ്റരുതെന്ന് പറഞ്ഞേക്കുവാ. അയ്യോ സാറേ, അപ്പൊ എന്റെ ബമ്പർച്ചേരി കാണുന്ന കാര്യം ഞാൻ എന്നാ ചെയ്യുന്നത്? ബമ്പർച്ചിരിന്നില്ല, എറണാകുളം ജില്ലയെ കണ്ട വെടിവെക്കാനാ പറഞ്ഞേക്കുന്നത്. ഓ എന്റെ ദൈവം തമ്പുരാനെ, ഇനി ബമ്പർച്ചേരി ഞാൻ എങ്ങനെ കാണും? ഞാൻ പോട്ടെ മോനെ, എന്നാ ഞാൻ പോട്ടെ. പോകരുത്. അച്ഛൻ ഇങ്ങ് വന്ന്. എന്തോ? അച്ഛൻ ചാനലിൽ വിളിച്ചായിരുന്നു. അവിടെ ബോംബ് വെച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ബോംബ് പൊട്ടിക്കുമെന്നല്ല പറഞ്ഞു. പിന്നെ നിങ്ങൾ അവിടെ കയറ്റുവാണെങ്കിൽ തേങ്ങ പൊട്ടിക്കുമെന്നാ പറഞ്ഞു. എന്റെ അച്ഛൻ ഞങ്ങളുടെ എത്ര വർഷത്തെ ആഗ്രഹമായിരുന്നറിയോ ബമ്പർച്ചേരി ഒന്ന് നേരി കാണണമെന്നുള്ളത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? യാഗവും പോകരുത്. യുവർ ടൈം സ്റ്റാർട്ട് നൗ.